നമോ ഭഗവതേ വാസുദേവായ. ദശകം 4, ശ്ലോക 13. തത്ര വാ തവ പദേ അഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡം ഓജസാ. തത്ര, അതായത് ഇപ്പോൾ നമ്മൾ ബ്രഹ്മലോകത്തെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. വാ, അതായത് അവിടെ എത്തിയവർ. തവ, ഭഗവാന്റെ. പദേ, പദത്തിൽ തന്നെയോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ. അഥവാ, അല്ലെങ്കിൽ. വസൻ, വൈകുണ്ഠത്തിലോ വസിക്കുന്നവർ. പ്രാകൃത, ബ്രഹ്മ. പ്രളയ, എപ്പോഴും ഒരു യുഗം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രളയം. ഏതി, ലഭിക്കുന്നു. മുക്തതാം, മോക്ഷം. സ്വേച്ഛയാ, സ്വന്തം ഇഷ്ടപ്രകാരം. ഖലു, തന്നെ. പുരാ, പ്രളയത്തിന് മുൻപ് നടക്കുന്ന കാര്യം. വിമുച്യതേ, മോക്ഷം നേടുന്നു, മുക്തി ലഭിക്കുന്നു. സംവിഭിദ്യ, പിളർന്ന്. ജഗദണ്ഡം, ബ്രഹ്മാണ്ഡം. ഓജസ, സ്വന്തം യോഗബലം കൊണ്ട്. തത്ര വാ തവ പദേഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. ഈ ബ്രഹ്മലോകത്തിൽ എത്തിയതിനു ശേഷം അവിടെ ഭഗവാന്റെ പദത്തിൽ തന്നെയോ അതല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ വസിക്കുകയോ ചെയ്യുന്ന ആ ഒരു മോക്ഷം കിട്ടുന്ന ആ സമയത്ത് അവിടെ ബ്രഹ്മ പ്രളയം കൊണ്ട് ആരംഭിക്കുന്നു. അത് എങ്ങനെയെന്ന് വെച്ചാൽ, എന്തെല്ലാം നമ്മൾ ഇവിടെ ഒരു യുഗം ആരംഭിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്നുവോ അതെല്ലാം യുഗ അവസാനത്തിൽ പ്രളയത്തിൽ എല്ലാം തന്നെ നശിച്ചു പോകുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ മോക്ഷം ലഭിക്കുന്നു. ഇത് പ്രളയത്തിന് മുൻപോ അതല്ലെങ്കിൽ അതിനുശേഷമോ നടക്കുന്നു. അത് ബ്രഹ്മാണ്ടത്തെ സ്വന്തം യോഗബലം കൊണ്ട് ആ ഭൂഖണ്ഡത്തെ പിളർന്നാണ് മോക്ഷം ലഭിക്കുന്നത്. അത്രത്തോളം യോഗശക്തിയാണ് ഒരു യോഗിക്ക് തൻ്റെ യോഗാഭ്യാസത്തിലൂടെ ലഭിക്കുന്നത്. അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.